മലർവാടിക്കൂട്ടം ഇതാണ് ഈ വീട്ടില് നമ്മളെ പോലുള്ളവരെ സംബന്ധിച്ചോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മുറി. ഊണ് മുറി അല്ലെങ്കിൽ ഡൈനിങ് ഹാൾ, സർവൈവൽ ഹാൾ എന്നൊക്കെ പറയാം. എന്തായാലും ഇവിടെ നമ്മുടെ കൂടെ ഭഗത്തിന്റെ അച്ഛനും അമ്മയുണ്ട്, ഒരാളുടെ കുറവുണ്ട്, ഭഗത്തിന്റെ അനിയത്തി. ഭഗത്തും ഈ ഡൈനിങ് ടേബിളുമായിട്ടുള്ള കെമിസ്ട്രി എങ്ങനെ? അത് അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു തരും ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കും ഞാൻ. ഭക്ഷണം അത് ഞങ്ങളുടെ മലർവാടി ടീമിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. ഞങ്ങൾ എല്ലാവരും അതുപോലെ വിനീതനടക്കം. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഭഗത്തിനോടല്ല, അച്ഛനും അമ്മയോടാണ്. അപ്പോൾ അച്ഛനാണ് ശരിക്കും ഈ വീടിന്റെ ഓരോ മുക്കുമൂലയും മനസ്സിൽ കണ്ട് ഡിസൈൻ എന്താ അച്ഛൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്താണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്? എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വീട് എന്ന് പറയുന്നത് അതിലുള്ള അംഗങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. മോൻ്റെ മുറി അങ്ങനെ ഇരിക്കണമെന്ന് അവൻ്റെ അഭിപ്രായമുണ്ട്, മോളുടെ അങ്ങനെ ഇരിക്കണമെന്ന് മോക്കുണ്ട്, ഞങ്ങളുടെ അങ്ങനെ ഇരിക്കണമെന്ന് ഞങ്ങൾക്കുണ്ട്. അതേസമയത്ത് കോമൺ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൂടായിട്ട് ചർച്ചയുണ്ട്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കുകയും അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിൽ അമ്മയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് ഈ വീടിന്റെ ഇപ്പൊ കാണുന്ന ഒരു ഭംഗിയില്? എല്ലാം പപ്പയുടെ പ്ലാനിങ് ആണ്. പിന്നെ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ എവിടെയെങ്കിലൊക്കെ പുതിയ വീടുകൾ കാണുമ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്താലോ അങ്ങനെയൊക്കെ. അപ്പോൾ പാലായിൽ ഞങ്ങളൊരു വീട് കാണാൻ പോയി. അപ്പൊ അതിന്റെ അവിടെ കണ്ട വർക്കാണ് ഈ ഗ്ലാസ് വർക്ക് ചെയ്തേക്കുന്നത്. അതിനുമുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് കണ്ടതുകൊണ്ട് അതങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റി. കിച്ചണും അവിടെ ഞങ്ങൾ 2 വീട് കാണാൻ പോയി, പുതിയ 2 വീട് പാലായില്. അപ്പൊ ആ വീടിന്റെ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. അമ്മ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒത്തിരി വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഭഗത്തിന് അമ്മ ഉണ്ടാക്കി തന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം? അമ്മയുടെ അച്ചാറുകൾ ഭയങ്കര ടേസ്റ്റാണ്. അമ്മയുടെ അച്ചാർ ഭയങ്കര ടേസ്റ്റുള്ള അച്ചാറാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളത് പുട്ടും ബീഫും എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ്. മലർവാടിയിൽ ഒരുപാട് നല്ല പാട്ടിലുണ്ട്. അതിൽ ഒരു പാട്ട് ഭഗത്ത് ഞങ്ങൾക്ക് പാടി തന്നു. അച്ഛനും അമ്മയ്ക്കും മലർവാടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഇന്നൊരേ മഴയിൽ ഞാൻ അലിയവേ പുതിയതാം അറിവിതാ മനമിതിൽ പുണ്യമോ സൗഹൃദം. ഇന്നൊരേ മഴയിൽ ഞാൻ അലിയവേ പുതിയതാം അറിവിതാ മനമിതിൽ പുണ്യമോ സൗഹൃദം. ഇരവായാലും പകലായാലും നിഴൽ പോലെൻ കൂടെ, ഇരവായാലും പകലായാലും നിഴൽ പോലെൻ കൂടെ. ഇന്നൊരേ മഴയിൽ ഞാൻ അലിയവേ പുതിയതാം അറിവിതാ മനമിതിൽ പുണ്യമോ സൗഹൃദം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അച്ഛന്റെയും മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഗ്രീനും വൈറ്റും ആണ് കോമ്പിനേഷൻ ആയിട്ട്. പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ഗ്രീൻ. അപ്പൊ അത് കാരണം അമ്മയ്ക്കും വലിയ താല്പര്യമാണ്. ഭഗത്തിന് ഇഷ്ടം ലാവൻഡർ ആയിരുന്നു. എനിക്ക് ലാവൻഡർ ആയിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇവിടെ ബാത്റൂം വരെ ഗ്രീൻ ആണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ തന്നെ മൊത്തം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബ്രെഡ് സ്പ്രെഡ് വരെ ഒരു ലൈറ്റ് ലൈറ്റ് ഗ്രീൻ. അതുപോലെ ഫാനും ഇവിടുത്തെ വീടിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയായിട്ട് എല്ലാ റൂമിലും ഓരോ ടൈപ്പ് ഫാനാണ്. അത് ഓരോ റൂമിന് ചേരുന്ന രീതിയിലുള്ള ഫാൻ നമ്മൾ സെലക്ട് ചെയ്തു. അടുത്ത് കാണാം. തല താഴ്ത്തും മലർവാടിക്കൂട്ടം. ഇത് എൻ്റെ അനിയത്തിക്കുട്ടിയുടെ റൂമാണ്. ആളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വരച്ചൊരു തീരെ ചെറിയ കുട്ടിയായിരുന്നു. കാരണം ഇത്ര ഡോൾസ് ആയിരിക്കുന്നത്. അതുപോലെ ഫാൻ കണ്ടറിയാം, മിക്കി മൗസ്, അവിടെ വാൾ പെയിന്റിംഗ് ഒക്കെ മിക്കി മൗസ്. എങ്ങനെ ഭയങ്കര പെറ്റാണ് വീട്ടിലെ. പിന്നല്ലേ ഞങ്ങളുടെ കുട്ടിയല്ലേ. ആള് ഞങ്ങളുടെ ഭാഗ്യാണ്. അതാണ് ഭാഗ്യ എന്നൊരു പേരിട്ട. ഭാഗ്യമേരി എന്നാണ് പേര്. എന്താ പഠിക്കുന്നത്? പഠിക്കുന്ന സൈക്കോളജി ചെയ്യണം. ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാൻ വേണ്ടിയിരിക്കണം.
ഇതിപ്പോ ബാക്കി റൂമിലൊക്കെ എനിക്ക് തോന്നുന്നു 2 കളേഴ്സാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ റൂമിലാണെങ്കിൽ ഗ്രീനും വൈറ്റും ബ്ലൂ ലാവൻഡർ. ഇതാണെങ്കിൽ ഒരുപാട് കളേഴ്സ് അല്ലേ. പുള്ളിക്കാരി എനിക്ക് ഇതിങ്ങനെ ഒരു എന്താ പറയാ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ എന്ത് രീതിയിൽ ആര് കയറി വന്നിട്ട് ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് എല്ലാം അവള് തന്നെ പണിയാണ്. നമുക്കെന്നാ അപ്പുറം കണ്ടല്ലോ കിച്ചൺ. നമ്മള് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓരോ റൂമിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ നമ്മള് ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല തോന്നുന്നു അല്ലേ. ഈ മെട്രോ കഴിഞ്ഞിട്ട് അടുത്ത പടം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ലവ് എന്നുള്ള പടമുണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊന്നും അനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഒരു 4-5 പ്രോജക്ട്സ് ഉണ്ട്. ഡോക്ടർ ലവ് അതിന്റെ ബാക്കിയൊന്നും പറയാനുള്ള എനിക്ക് ഇതില്ല. അത് ബിജു അരിക്കറ്റി എന്നുള്ള ആളാണ് ഇത് ചെയ്യുന്നത്. ബിചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ ചേട്ടനാണ്. ബിചേട്ടൻ്റെ പടം അതെന്തായാലും നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഓഡീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പിള്ളേരെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം എന്തായാലും ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളൊക്കെ മലബാടി പോലെ തന്നെ എല്ലാവരും പ്രേക്ഷകരൊക്കെ ശ്രദ്ധിക്കുന്ന ചിത്രങ്ങളാകട്ടെ. ഇനിയും ഒരുപാട് പ്രശസ്തി, ഒരുപാട് നല്ല ചിത്രങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ, നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടട്ടെ. ഇനി പഴയ എന്താ പറയുക, ഈ ചാക്യാർകൂത്തിനൊക്കെ വാങ്ങിയ അവാർഡിൻ്റെ കൂടെ കുറേ നാഷണൽ അവാർഡും അങ്ങനെ സ്റ്റേറ്റ് അവാർഡൊക്കെ ഇരിക്കട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ കാണാൻ. എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇപ്പോൾ നമ്മൾ ഭഗത്തുമായിട്ട് കൂടുതൽ എടുത്തു. അതുപോലെ ഭഗത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളും അച്ഛനമ്മമാരുടെ ഒക്കെ നമ്മൾ സംസാരിച്ചു. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഒരു വളരെ സുന്ദരമായ ഒരു വലിയ ഭവൻ എന്ന് പറയാമെന്നില്ല. ഓരോ കളർ കോമ്പിനേഷൻസ് ആയാലും ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസ് ആയാലും എല്ലാം വ്യത്യസ്തമാണ്, സുന്ദരമാണ്. അന്ന പ്രോപ്പർട്ടീസ് ഹോം സ്വീറ്റ് ഹോമിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ മറ്റൊരു സെലിബ്രിറ്റിയുടെ സുന്ദര ഭവനവുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് നന്ദി ഭഗത്. അപ്പോൾ എന്തായാലും ഭഗത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ താങ്ക് യു, ബൈ. മാന്യമഹാജനങ്ങളെ മാന്യത മൂടുപടം മാറ്റണേ. യൗവന കാലമതി മധുരമേ ഉന്മാദലഹരിയിലാറാടണേ. മാന്യമഹാജനങ്ങളെ മാന്യത മൂടുപടം മാറ്റണേ. യൗവന കാലമതി മധുരമേ ഉന്മാദലഹരിയിലാറാടണേ. 7-14 ലോകത്തും നമുക്കെന്നു വെന്നിക്കോടി വാരിക്കണം. Anna Properties Home Sweet Home brought to you by Anna Properties in association with Polymotor Silks, Kottayam, Todupuzha and Thrissur. ഗോൾഡ് ലോണിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. ഗോൾഡ് ലോൺ എന്നാൽ മുത്തൂറ്റ് ഫിനാൻസ്. Star Flush Dreams Tube, designed to perform. Parakat Jewels, Ernakulam, Trivandrum, Kollam, Karunagapalli. Elba Traders.